ICU എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ, ഒരു ത്രില്ലർ ഫാമിലി സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംവിധായകനാണ് നമ്മുടെ കൂടെ ഉള്ളത്, ശ്രീ ജോർജ് വർഗീസ്. ജോർജേട്ടാ നമസ്കാരം. അപ്പോൾ എനിക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമയായിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ചേട്ടൻ സിനിമാ ലോകത്ത് തന്നെ ഉണ്ട്, പക്ഷേ പലർക്കും അറിയില്ല താൻ തോന്നി എന്ന് പറയുന്ന ഒരു സിനിമയുടെ സംവിധായകനാണെന്ന് പലർക്കും അറിയില്ല. കാരണം ഇന്നത്തെ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാട്ടും കൂടുതൽ ഇന്നത്തെ ജനറേഷൻ കൂടുതൽ ആ ഒരു സിനിമ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ റീലുകളിലൂടെയൊക്കെ കണ്ടിട്ട് ഭയങ്കര ജനകീയമാണ് ഇന്ന് ആ ഒരു സിനിമ. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് വരാൻ കാരണം എന്തായിരുന്നു? അല്ല, അത് ഏതൊരു സംവിധായകനെയും പോലെ ഇപ്പൊ ഒരുപാട് നമ്മുടെ പല സംവിധായകരും നമുക്ക് പരിചയമുള്ള സുഹൃത്തുക്കളായിട്ടുള്ള സംവിധായകർ വരെ ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ട് അവർക്കൊക്കെ വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ താൻ തോന്നി പോലൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്നൊരു ഇമേജ്, ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നീങ്ങുമ്പോൾ പലർക്കും താൻ തോന്നി പോലൊരു സിനിമ അല്ലെങ്കിൽ മറ്റേ മാസ് സിനിമ വേണം എന്ന് പറയുന്ന സംഭവം. അങ്ങനെ നമ്മൾ അതിലേക്കുള്ള സബ്ജക്റ്റുകളിലേക്കൊക്കെ അത് മേക്ക് ചെയ്യുക, അതൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറയുക, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു ഡ്യൂറേഷൻ വരും. അപ്പൊ ആ സിനിമ നടക്കാതെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് പ്ലാൻ ചെയ്യുക. അങ്ങനെയാണ് ഈ വർഷങ്ങൾ പോകുന്നത്. ഒന്നിനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോ എന്നിട്ട് ഇപ്പൊ ഈ ICU ഈ ഒരു സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ICU എന്ന് പറഞ്ഞ സിനിമ ഞങ്ങള് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും അതൊരു മറ്റൊരു പ്രൊജക്റ്റുമായിട്ടുള്ള ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് ഇരുന്നിരുന്നത്. ആ സമയത്താണ് ഇത്തരം ഒരു ത്രെഡ് ഇതിന്റെ റൈറ്റർ സന്തോഷ് നമ്മളോട് പറയുന്നത്. അപ്പൊ അത് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് തോന്നി. പ്രൊഡ്യൂസേഴ്സ് പുറത്തുണ്ടെങ്കിൽ തമിഴിലൊക്കെ അതെ പ്രൊഡ്യൂസേഴ്സ് മിനി സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവര് തമിഴിൽ മാർക്കാനണി ചെയ്തിട്ടുണ്ട്. ഇപ്പം അനന്തങ്കാട് ഇറങ്ങാൻ പോകുന്നു. അപ്പൊ അവരാണ് അതിന്റെ മേൽനോട്ടം വഹിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് എന്നുള്ള ലെവലിലാണ് ICU. അപ്പൊ ഈ പറഞ്ഞ സിനിമ ഞാൻ കണ്ടതാണ് ഇന്നലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 2 മണിക്കൂറിൽ എന്ന് പറയുക, എനിക്കൊരു 1 ദിവസം 2 ദിവസം നടക്കുന്ന കഥയാണെങ്കിൽ അതിൽ കുറെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നിയാലും നോൺ ലീനിയർ സ്റ്റൈലിൽ പോയിട്ടുണ്ട്. കുറച്ച് ഡീപ്പായിട്ടുള്ള കഥകൾ പോകുന്നുണ്ട്, ട്വിസ്റ്റുകൾ വരുന്നുണ്ട്. അവസാനം എല്ലാം കണ്ട് പ്രേക്ഷകർ എഴുന്നേറ്റ് പോകുമ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് തോന്നുന്നത് വേറൊരു സാധനം എടുത്തിടുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇതൊരു സന്തോഷ് പുതിയ റൈറ്ററാണ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് വരികയാണോ അതോ ഒരു ത്രെഡ് വന്ന് നിങ്ങൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിന്റെ റൈറ്റിംഗ്? അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് കഥയെ ഫുൾ സിനിമയെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു. ആദ്യം അതായത് സ്ക്രിപ്റ്റായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും പൂർണ്ണമായിട്ടൊരു അതൊരു മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് പ്രൊഡക്ഷൻ ഇതിൽ തന്നെ സംസാരിച്ച് അത് ഒരു പ്രൊജക്റ്റായി മാറി. പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെ ഇരുന്നിരുന്നു. പക്ഷെ അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ അത് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് വരികയായിരുന്നു. ഈ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? ബിബിൻ ജോർജിൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഫിക്സ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബിബിനുള്ള ഒരു ഇമേജ് ആണോ? ഞാൻ ചോദിച്ചു ഇതിലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പാവം ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നത്, ഹീറോയിസ് ഒന്നും കാണിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. അപ്പൊ അതുകൊണ്ടാണോ ബിബിൻ തന്നെ മനസ്സിൽ വന്നത്? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ അതിന്റെ സിനിമ കണ്ടതാണല്ലോ. അപ്പൊ അതിനകത്ത് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു കോമൺ മാൻ ആണ്, ഒരു സാധാരണക്കാരെന്നുള്ള വലിയ ഹീറോയിസം പാടില്ല. അയാളുടെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അയാൾ അത് ചെയ്യുക എന്ന് പറയുന്ന സംഭവമാണ്. ബാക്കി കാസ്റ്റൊക്കെ ഇപ്പൊ ബാബുരാജ്, അതിലെ പുതിയ നായിക ശക്തമായിട്ടുള്ള ഇതിലൊരു ശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. ഒരു ഘട്ടത്തിൽ നായകന് മുകളിൽ വരെ പോകുമെന്ന് തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അതെങ്ങനെയാണ് നായകനും തുടങ്ങി വില്ലനോട് സഞ്ചരിച്ച് ഒരു നായിക പ്രാധാന്യത്തിലേക്ക് എത്തുന്നത്? അതെങ്ങനെയാണ്? ഇപ്പൊ ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നമ്മള് നായിക അന്വേഷിച്ചുകൊണ്ടിരുന്നു. മലയാളത്തിൽ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്, ഒരു ഇമേജ് ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റ് മതി എന്ന് വിചാരിച്ചു. അതെ, കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലയാളത്തില് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹീറോയിനെ നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഇന്റർവെലിന് ശേഷമുള്ള ഒരു കഥയുടെ രൂപം ആൾക്കാർക്ക് പ്രെഡിക്റ്റ് ചെയ്യപ്പെടും. കാരണം ഇങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്യുമ്പോൾ വെറുതെ ആവില്ലല്ലോ എന്നൊരു ചിന്ത വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ്. പിന്നെ നമ്മൾ ഉറിയടി, അവർ അഭിനയിച്ച ഉറിയടി എന്ന് പറഞ്ഞ പടം കണ്ടു കഴിഞ്ഞപ്പോഴും നമ്മൾക്ക് അവരുടെ പെർഫോമൻസിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്.